പ്രിയമുള്ളവരെ, ഇതുപോലൊരു മാറ്റമാണ് നമുക്കും വേണ്ടത്. ഭരണത്തിൽ വന്ന് 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും 717ഓളം ബാറുകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവുമായിട്ടാണ് CM വിജയ് വന്നിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ഓരോ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് തമിഴ്നാട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാരും നിലവിൽ വന്നാൽ ഇതുപോലൊരു തീരുമാനം എടുത്തിരിക്കണം. എല്ലാ വർഷവും പരിശോധിച്ചു നോക്കുമ്പോൾ എത്രയെത്ര മനുഷ്യന്മാരാണ് മദ്യപിച്ച് ബോധമില്ലാതെ സ്വന്തം അമ്മയെയും സ്വന്തം പെങ്ങളെയും മനസ്സിലാക്കാത്ത രൂപത്തിൽ, മോശപ്പെട്ട രൂപത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഈയിടെ നമ്മളൊരു വാർത്ത വായിച്ചല്ലോ, ഒരു സഹോദരനെ മദ്യഷോപ്പിൽ നിന്നിട്ടും 2 സഹോദരങ്ങൾ കൂടി കൊന്നു. ആർക്കാണ് പ്രിയമുള്ളവരെ നഷ്ടമായത്? അതുകൊണ്ട് തന്നെ ഒരു വിപ്ലവം എന്നോളം നാം ഇതിനെ നല്ല രൂപത്തിൽ പിന്തുണ കൊടുക്കുകയും ഇതുപോലുള്ളൊരു നിലപാട് സ്വീകരിക്കാനുള്ള സന്ദേശം എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഫമൻ ശരിബൽ ഹംറ ഫലാ തുസവ്വിജു വഇൻ മരില ഫലാ തഊദു വഇൻ മാത ഫലാ തുസല്ലിതു അലൈഹി. കള്ളുകുടിയനായ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിവാഹ ആലോചനയുമായി വന്നാൽ അവനെ ആ കല്യാണത്തിന് തൊട്ട് നിഷേധിക്കണം. അവൻ കള്ളുകുടിയനാണ്, മദ്യപിക്കുന്നവനാണ്. അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ജനങ്ങൾ പറഞ്ഞു കൊടുക്കണം. മദ്യപാനിയെ ഒരിക്കലും ഒരു വിവാഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. വഇൻ മരില, അവൻ രോഗിയായി കഴിഞ്ഞാൽ, മദ്യപിച്ച് അവനൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കാൻ പോലും പോകാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട്. വഇൻ മാത, ഇനി അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, മദ്യപിച്ച് അവനിക്ക് വലിയ അസുഖം പിടിപെട്ടു, മാരകമായ അസുഖം പിടിപെട്ടു, അവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കാൻ പോലും പോകാൻ പാടില്ലെന്നാണ് ലോകത്തിന്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മദീനയിലെ ഏത് മുക്കിലും മൂലയിലും ആരെങ്കിലും രോഗിയായി കിടന്നാൽ നടന്നുകൊണ്ട് അവരെ സന്ദർശിക്കാൻ പോകുന്ന ഒരു പതിവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ മദ്യപിച്ച് സുലഭിച്ച് നടക്കുന്നവനെ അവനെ സന്ദർശിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അത്രയും കഠിനവും മോശപ്പെട്ടൊരു കാര്യമാണ് മദ്യപിക്കുക എന്നുള്ളത്, ലഹരിയിൽ ഏർപ്പെടുക എന്നുള്ളത്. നമ്മുടെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ.